നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കുന്നത്. ഞാനൊരു പുതിയ ഡെക്ക് എടുത്തു. ആൻഡ് ഇതിൽ ജസ്റ്റ് റിവേഴ്സ് കൂടി ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. അതായത് കാർഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുകൂടി വായിക്കും ഞാൻ. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനത് സാധാരണ ചെയ്യാറില്ല, എന്തോ ഈ ഒരു ഡെക്ക് പക്ഷെ അതിൽ തന്നെ മീനിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത് കൊടുത്തിട്ടുമുണ്ട്. സോ ജസ്റ്റ് ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ എടുക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, സോ ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരെ ലൈഫിൽ നിങ്ങളെ എന്ത് സ്ഥാനമാണ് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അവരെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനമുള്ളത് നമുക്ക് നോക്കാം. അവരുടെ ഫീലിങ്സ് ആൻഡ് ഓക്കെ ലെറ്റ്സ് സീ. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അവരും അത്രയും ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, ആൻഡ് എന്താണ് ബ്ലോക്കേജസ് എന്നുള്ള കൂടി ഞാൻ എടുക്കാൻ പ്ലാൻ ഉണ്ട്. എന്താണ് തടസ്സങ്ങൾ നിങ്ങളുടെ ഇടയിൽ എന്നുള്ള കൂടി നമുക്ക് നോക്കാം. പേഴ്സൻ്റെ ഫീലിങ്സ് ആദ്യം. ഓക്കെ, 9 of Cups ആണ്. വെരി നൈസ്, അപ്രൈറ്റ്. ഓക്കെ, ഗുഡ്. 9 of Pentacles തിരിച്ചു വന്നു പക്ഷേ. ഓക്കെ, 9 of Pentacles reverse. Five of Swords reverse. ഞാനിങ്ങനെ റിവേഴ്സ് അധികം വായിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സമയം എടുക്കുന്നത്. കാരണം ഇതിൽ നോക്കാം നമുക്ക് എന്തായാലും. ഒരു 5 കാർഡ് എടുക്കാം. ആൻഡ് ഓക്കെ, ഡെത്ത് റിവേഴ്സ് ആൻഡ് 2 of Swords upright. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. ഒന്ന് ഇവിടെ ആക്ച്വലി പറയുന്നത് നിങ്ങൾ അവരെ ലൈഫിൽ അവരുടെ ഫീലിങ്സ് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ അവരെ ലൈഫിൽ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് കൊണ്ടുവരുന്ന വ്യക്തികളാണ്. അതായത് അവർക്കൊരു ആഗ്രഹം എന്ന രീതിക്ക് അവർ കാണുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു ആഗ്രഹം സഫലമായ രീതിയിൽ ആണ് എനിക്ക് കാണുന്നത്. അവർക്ക് എവിടെയോ ശരിക്കും ഒരു ഡീപ്പ് വിഷ് അല്ലെങ്കിൽ അവരുടെ ഒരു ഡ്രീം കം ട്രൂ എന്ന രീതിക്കൊക്കെയാണ് അവർ നിങ്ങളെ കാണുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഓക്കെ ഇതിൻ്റെ ഇടയിൽ ഫീലിങ്സ് യെസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കപ്സ് എനർജിയാണ്. സോ അതുകൊണ്ട് ഫീലിങ്സ് ഉണ്ട് എന്ന് തന്നെയാണ്. ശരിക്കും ഒരു ഡീപ്പ് ഒരു സ്ട്രോങ് അട്രാക്ഷൻ, പാഷൻ, നിങ്ങളോട് ആ ഒരു നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് ഒരുപാട് സന്തോഷം കൊടുക്കുന്നതാണ്, എല്ലാം ഉണ്ട്. ഓക്കെ, ഇവിടെ പക്ഷേ ഇവിടെ ചില പ്രോബ്ലംസ് എനിക്ക് കാണുന്നത് 9 of Pentacles റിവേഴ്സ് വന്നിട്ടുണ്ട്. അതായത് കുറച്ച് പേർക്ക് അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം ലൈഫിൽ. ഓക്കെ, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ ഫ്രീ അല്ല എന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, അതായത് ഇവിടെ 9 of Pentacles നമ്മൾ സാധാരണ പറയാറുള്ളത് ഒരു തനിച്ച് നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ്. ബട്ട് ഇതിവിടെ തനിച്ച് എന്നല്ല. അപ്പോൾ ഇവിടെ മേ ബി അവർ മാരീഡ്, അല്ലെങ്കിൽ അവർക്ക് വേറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, വേറെ കാര്യങ്ങളുണ്ട് എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അവർ കുറച്ച് പേർക്ക് യെസ് ഒരു നമ്മളിത് പറയാറുണ്ട് ദറ്റ് ഫൈനാൻഷ്യലി അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ അവർ ഇപ്പം നിങ്ങളെ ചൂസ് ചെയ്യണം എന്നവർ തീരുമാനിച്ചാൽ അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് ഫ്രീഡം ഇല്ല. ഓക്കെ, അങ്ങനെയാവാം. സോ ഫ്രീഡം ഇല്ല എന്ന് പറയുമ്പോൾ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ മേ ബി അവർ മാരീഡ്, അല്ലെങ്കിൽ പാരൻസ് തടയുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ അവർ ഫൈനാൻഷ്യലി വേറെ ആരോടെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ മേ ബി ഒരു ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസ് അവർക്ക് ആരോടെങ്കിലും ഉണ്ടാവാം. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പിന്നെ അത് മാത്രമല്ല ഒരു സൂപ്പർഫിഷ്യൽ അല്ലത് കാണുന്നുണ്ട്. ഓക്കെ, കുറച്ച് അവർക്ക് യെസ് ഡെപ്സ് ഉണ്ടാവും, അതായത് കുറച്ച് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന രീതി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് മേ ബി അവർ ഒരു ചീറ്റിംഗ് എനർജി ഉണ്ട് ഇവിടെ. അതായത് അവർ ഫ്രീ അല്ല, തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഓക്കെ, മേ ബി അവർ വേറെ തേർഡ് പാർട്ടിയിൽ ഇൻവോൾവ് ആയിരിക്കും. കാരണം ഇവിടെ 2 of Swords വന്നിട്ടുണ്ട്. സോ യെസ് അവർ ടോൺ ബിറ്റ്വീൻ ചോയ്സസ്, അതായത് 2 സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ചില തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്ന രീതിക്കാണ് കാണുന്നത്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ഓക്കെ, എല്ലാവർക്കും തേർഡ് പാർട്ടി ആവണം നിർബന്ധമില്ല. കുറച്ച് പേർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, കുറച്ച് പേർക്ക് അവർ മാരീഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ഇനി അവർ ഫ്രീ അല്ല, അതായത് അവർ ഇപ്പം നിങ്ങളെ ചൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ അവർക്ക് തടസ്സം ഉണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അവർ തടയുന്നുണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ അഗൈൻ അവർ തീരുമാനം എടുക്കാൻ അവർക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എന്ന രീതിക്കാണ്. ഓക്കെ, ഹാർഡ് ചോയ്സ്. ഒന്ന് യെസ് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല, കാരണം അത്രയും ബുദ്ധിമുട്ട്. ഞാൻ പറയുകയാണെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് തേർഡ് പാർട്ടിയെ വേണോ നിങ്ങളെ വേണോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ. പിന്നെ കുറച്ച് പേർക്ക് ഇത് ശരിക്കും ഒരു തീരുമാനം എടുക്കാൻ ഡിലേ ചെയ്യുന്നു എന്ന രീതിക്കുമാണ്. ഓക്കെ, അവർ തീരുമാനം എടുക്കുന്നില്ല. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട്, പക്ഷേ ആഗ്രഹമാണ്, യെസ് വിഷാണ്, എല്ലാം ഉണ്ട്, പക്ഷേ തീരുമാനം എടുക്കുന്നില്ല. ആൻഡ് ഇവിടെ അഗൈൻ കോൺഫ്ലിക്റ്റിൻ്റെ കാണുന്നുണ്ട്. 5 of Swords റിവേഴ്സ് കാണുന്നുണ്ട്. 5 of Swords റിവേഴ്സ് എന്ന് പറയുമ്പോൾ
ആക്ച്വലി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ എൻഡ് ചെയ്യണം എന്ന രീതിക്കാണ്. ഓക്കെ, അതിനെ കോംപ്രമൈസ് ചെയ്യണം, നമ്മൾ തമ്മിൽ ഒരു ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാം എന്ന രീതിക്കാണ് അവർ. തോറ്റു തരാൻ നിൽക്കുന്ന പോലെയാണ്, തോറ്റു തരാൻ തയ്യാറാണ് എന്ന രീതിക്കാണ് കാണുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഗൈൻ ഒരു ചോയ്സിൻ്റെ ഡിലേ എന്ന് കാണുമ്പോൾ മേ ബി ആ ഒരു വിട്ടു തരാനുള്ള ഒരു മടിയായിരിക്കാം. ഓക്കെ, ശരി, നിങ്ങളുടെ അടുത്ത് വന്ന് ഓക്കെ ഒരു സോറി പറയാം, അല്ലെങ്കിൽ ഓക്കെ പോട്ടെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം എന്ന് പറയാൻ ഒരു മടി ചിലപ്പോൾ അതായിരിക്കാം. ഓക്കെ, കാരണം അവർ തോറ്റു തരുന്ന പോലെ ആയിപ്പോവും അല്ലേ. സോ അങ്ങനെ ചെയ്യാനുള്ള ഒരു മടി കൊണ്ടായിരിക്കാം ചിലപ്പോൾ ചില നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് വരാത്തത്. ഇവിടെ അഗൈൻ ഡെത്ത് റിവേഴ്സാണ് വന്നത്. ശരിക്കും ഇത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു മാറ്റം വരാനുണ്ട് ഇവിടെ. ഓക്കെ, ഒരു മാറ്റം സംഭവിക്കാനുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അതിനെ റെസിസ്റ്റ് ചെയ്യാണ്. അഗൈൻ ഞാൻ പറഞ്ഞ കാര്യമാണ്. സോ ഇവിടെ അവർക്ക് തോറ്റു തരാം, അല്ലെങ്കിൽ അവർക്ക് സമ്മതിച്ചു തരാം ദാറ്റ് ഓക്കെ എനിക്ക് പറ്റില്ല എന്നുള്ളത് തുറന്ന് സമ്മതിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു വേറെ കാര്യത്തിന് എന്തെങ്കിലും പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് തോറ്റു തരാനുള്ള മടി. ആൻഡ് ഇവിടെ ഡെത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുണ്ട്, ചേഞ്ച് വരാനുണ്ട്, അവരിൽ വരാനുണ്ട്, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരാനുണ്ട്. പക്ഷെ അവരത് ഒന്നുമില്ലെങ്കിൽ ഡിലേ ചെയ്യുന്നു, അതായത് അവർ അവോയ്ഡ് ചെയ്യുന്നു എന്ന രീതി. അഗൈൻ സെയിം എനർജിയാണ് വരുന്നത്. സോ അവരെവിടെയോ ആ ഒരു തീരുമാനം എടുക്കാൻ അവർ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർ ആ ഒരു മാറ്റം കൊണ്ടുവരാൻ അവർ തന്നെ റെസിസ്റ്റ് ചെയ്യണം. അവർക്ക് അറിയാം തെറ്റ് അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹിച്ച ഒരു സാധനം നമ്മൾ നേടണമെങ്കിൽ എന്തൊരു കാര്യം ആയിക്കോട്ടെ അതിനുവേണ്ടി നമ്മൾ ചിലത് ചെയ്യേണ്ടി വരും അല്ലേ. ചില കോംപ്രമൈസ് നമ്മൾ വേണ്ടി വരും, ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയേണ്ടി വരും, ചിലത് എൻഡ് ചെയ്യേണ്ടി വരും, ചിലത് മാറ്റേണ്ടി വരും. ബട്ട് ഇവിടെ അവർ അതിന് തയ്യാറല്ല. അതാണ് ഇവിടെ മെയിൻ. ഓക്കെ, കുറച്ച് പേർക്ക് ഇങ്ങനെയും പറയുന്നിട്ട് അവരെ ഇൻഡിപെൻഡൻസ് കളയാൻ ആഗ്രഹിക്കുന്നില്ല, അതും പറയാം. ഓക്കെ, മേ ബി അവർ ഫ്രീ ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്, സോ അത് വിട്ട് കളയാൻ പറ്റുന്നില്ല, അങ്ങനെയാവാം. എനിവേ ഇവിടെ അവർ റെസിസ്റ്റിംഗ് ടു അക്സെപ്റ്റ് ചേഞ്ച്. ഓക്കെ, അവർ മാറ്റം വരാനുണ്ട് ശരിക്കും. അവരുടെ ഉള്ളിലായിരിക്കാം, അവരുടെ മനസ്സിലായിരിക്കാം, അവരുടെ ലൈഫിലായിരിക്കാം, സിറ്റുവേഷൻസിലായിരിക്കാം. പക്ഷെ അവർ ആ ചേഞ്ചസ് കൊണ്ടുവരാൻ അവർ തയ്യാറല്ല. ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന റോങ് ചോയ്സസിൽ അവർ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, റോങ് ചോയ്സസ് ആണ് അവർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് അവർക്ക് ഒരു നിങ്ങളെ ചൂസ് ചെയ്യണമെങ്കിൽ ഓക്കെ അവർ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ അവർ മാറ്റിയെടുക്കണം. പക്ഷെ ആ ഒരു ചേഞ്ച് അവർ കൊണ്ടുവരാൻ ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. അതിനെ അവർക്ക് അറിയാം മാറ്റണം, ഞാൻ ചിലത് ചേഞ്ച് ചെയ്യണം, ഞാൻ ചിലത് മാറ്റണം, വിടണം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം ഞാൻ ചെയ്യണം എന്നവർക്കറിയാം. പക്ഷെ അതവർ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ബിക്കോസ് അവർ വേണം വെച്ച്, കാരണം അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അത്ര എളുപ്പമല്ല. ഒന്നാമത്തെ കാര്യം ആർക്കായാലും നമുക്കൊന്നും എളുപ്പമല്ല. സോ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു മാറ്റം അവരിൽ അത് ഡിലേ ആവുന്നുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് അവർക്കും എല്ലാം അറിയാം, നിങ്ങൾക്കും എല്ലാം അറിയാം കാര്യങ്ങൾ. ഓക്കെ, ലെറ്റ് യു ഇൻറ്റ്യൂഷൻ ഗൈഡ് യു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാം ശരിക്കും മനസ്സിലാവുന്നുണ്ട്, അവർക്കും അറിയാം കാര്യങ്ങളെല്ലാം. ഓക്കെ, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചേഞ്ച് വരണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഓക്കെ, അവർ ചിലപ്പോൾ ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവരും ആരോടെങ്കിലും ആരുടെയെങ്കിലും മുമ്പിൽ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ അതിന് ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് അവിടെയും ചിലപ്പോൾ ഒരു ഫൈറ്റ് വന്നേക്കാം. അതിനെയും അവർ അത് നേരിടാൻ അവർക്ക് ഇപ്പം എല്ലാത്തിനെയും അവർ മാറ്റി വെക്കുന്ന രീതിയിലാണ്. ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കണ്ണും കെട്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇതിലിവിടെ ഇങ്ങനെ കണ്ണ് കെട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് അറിയാം തീരുമാനം എടുക്കേണ്ട സമയമായി, ഡിസിഷൻ എടുക്കേണ്ട സമയമായി. പക്ഷെ ആ ചോയ്സ് അവർ ചെയ്യുന്നില്ല. ഓക്കെ, ഫീലിങ്സ് ഒക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ലൈക്ക് 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവർക്ക് നിങ്ങൾക്ക് തരുന്നത് യെസ് ആ ഒരു അവരുടെ ഏറ്റവും ഡ്രീം കം ട്രൂ എന്ന രീതിക്ക് തന്നെയാണ് അവരെടുക്കുന്നത്. ഓക്കെ, വേറെ എന്താണ് അവരുടെ ഫീലിങ്സ് എന്നുകൂടി ജസ്റ്റ് ഒന്ന് എടുക്കാം ഞാൻ. ദ സിറ്റുവേഷൻസ് കിട്ടുന്നുണ്ട് നമുക്ക്. ഓക്കെ, ആൻഡ് ദ ഫുൾ കാർഡ്, മജീഷ്യൻ, വൺ മോർ, 6 ഓഫ് സോർഡ്സ് റിവേഴ്സ് ആണ് വന്നത്. സി അഗൈൻ ഫുൾ കാർഡ് ഉണ്ട് ഇവിടെ. സോ യെസ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്, ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ലൈഫ് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ഒരു ഫ്രീ മൈൻഡോടെ ഹാപ്പി ആയിട്ട് സമയങ്ങൾ വേണം എന്ന രീതിക്കൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു വളരെ ഹാപ്പി ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു അഡ്വഞ്ചർ തുടങ്ങുന്ന പോലെ, ഒരു ന്യൂ ജേർണി തുടങ്ങുന്ന പോലെ, ലൈഫ് തന്നെ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കും. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ സൈലൻ്റ് ആയിട്ടെല്ലാം മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ എന്താ പറയുക, തനിയെ എന്തെങ്കിലും യൂണിവേഴ്സായിട്ട് എന്തെങ്കിലും ചെയ്ത് നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന പോലെയാണ്. ഓക്കെ, അവരായിട്ട് ആക്ഷൻ എടുക്കുന്നതല്ല, അവർക്ക് പറ്റും, എടുക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ നമ്മൾ ഡിലേ കണ്ടിരുന്നു. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് അവർ വിട്ട് കളയാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ഇതെങ്ങനെയെങ്കിലും അത് പിടിച്ച് വെക്കണം എന്ന രീതിക്ക് തന്നെയാണ്. അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്, ഫീലിങ്സ് അത്രയും സ്ട്രോങ് ആണ്, മാനിഫെസ്റ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ ആക്ച്വലി അവർ ആഗ്രഹിക്കുന്നതും നിങ്ങൾ തമ്മിൽ മുന്നോട്ട് എല്ലാ സിറ്റുവേഷനൊക്കെ മാറി ഒന്ന് ക്ലിയറായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷേ അഗൈൻ ഇവിടെ പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ വിട്ട് കളയണം പുറകിൽ. ഓക്കെ, പുറകിൽ വിട്ടാലേ നമ്മൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ, ആ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പക്ഷെ അതാണ് അവർ വിട്ട് കളയാൻ ഇപ്പോഴും തയ്യാറല്ലാത്തത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ഉണ്ട് ഇവിടെ.
അവർക്ക് ഇമോഷൻസ് ഓക്കെ നമുക്ക് നോക്കാം. ഉണ്ട്, ഇമോഷൻസ് ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ഇവിടെ അവർ നിങ്ങൾക്ക് തരുന്ന സ്ഥാനം നിങ്ങൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ, എനിക്ക് അതുകൂടെ ഒന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റൻ ആയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, സ്ഥാനം ഫോർ ദ വ്യൂവേഴ്സ്, ഫോർ ഓഫ് പെന്റിക്കിൾസ്. പുതിയ ഡെക്കാണ്, അതുകൊണ്ട് സ്റ്റിക്കി ആയിട്ടുണ്ട്. സ്ട്രെങ്ത് റിവേഴ്സ്, one more card please. ഓക്കെ, സൺ ഉണ്ട് ഇവിടെ, ജഡ്ജ്മെന്റ് ഉണ്ട്. ഓക്കെ, ഗുഡ്. 3 ഓഫ് കപ്സ് ഉണ്ട്. സി, അവരുടെ ലൈഫിൽ അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമേ ഞാൻ ഏറ്റവും മെയിൻ പോയിന്റ് അതാണ്. അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ലൈക്ക് അവർ നിങ്ങളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അവരുടെ ലൈഫിൽ നിന്ന് നിങ്ങളോട് എന്തൊക്കെ ബിഹേവ് ചെയ്താലും ശരി, എങ്ങനെയൊക്കെ പെരുമാറിയാലും ശരി, ലെറ്റിംഗ് ഗോ എന്ന് ഇത് ഞാൻ ഇതിൻ്റെ പ്രോപ്പർ നമ്മൾ റിലേഷൻഷിപ്പ് മീനിങ് എടുക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലാണ്. ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല, നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഓക്കെ, പക്ഷെ ഇവിടെ അവർ ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സെൽഫ് ഡൗട്ട് വരികയാണ്. ഓക്കെ, അവർക്ക് അവനവനെ ഒരു പോരാ എന്ന രീതിക്ക് ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് തരുന്ന സ്ഥാനം അപ്പം നിങ്ങൾ മനസ്സിലാക്കും. അപ്പം അത് നിങ്ങൾ അവരുടെ മേലെയാണ് നിങ്ങൾക്കൊരു സ്ഥാനം തരുന്നത്. ഓക്കെ, എവിടെയോ അവർക്ക് സെൽഫ് എസ്റ്റീം കുറവാണ് എന്നാണ്. അതായത് അവർക്ക് സ്വയം അവർ പോരാ. ഞാൻ നേരത്തെ ഫൈനാൻഷ്യലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എവിടെയോ തോന്നുന്നത് നിങ്ങൾക്ക് തരാൻ, നിങ്ങൾ അർഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരാൻ അവർക്ക് സാധിക്കില്ല എന്നൊരു തോന്നലാണ്. എവിടെയോ അവർക്ക് പേടിയുണ്ട്, നിങ്ങൾ വിട്ടുപോവോ എന്നുള്ളൊരു പേടിയുണ്ട്. ആൻഡ് അവർ പോരാ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫീലിംഗ്. അപ്പോൾ അവരെവിടെയോ നിങ്ങളെ കാണുന്ന, അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളെ അവരെ മേലെയായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു സ്ഥാനം അവർ നിങ്ങൾക്ക് തരുന്നത് അവരെക്കാൾ കുറച്ചുകൂടി ഹയർ ലെവലിലാണ് കാണുന്നത് നിങ്ങളെ. മേ ബി നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ കുറച്ചുകൂടി എന്താ പറയുക, എല്ലാ കാര്യങ്ങളും കൊണ്ടും മേ ബി നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങൾ വളരെ നല്ല ജീവിതം ജീവിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടാവും. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ സൺ ഉണ്ട്. സോ യെസ്, അവർക്ക് ആഗ്രഹം, അവർ നിങ്ങളെ വളരെ പോസിറ്റീവായിട്ടാണ് അവരുടെ ലൈഫിൽ ഒരു ഗുഡ് ഫോർച്യൂൺ കൊണ്ടുവന്ന വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വളരെ സന്തോഷം ഫീൽ ചെയ്യുന്നു, ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നു, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു എന്ന രീതിക്കൊക്കെയാണ് കാണുന്നത്. ഓക്കെ, സോ എല്ലാ സന്തോഷങ്ങളും ശരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എല്ലാ സന്തോഷങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. ഹാപ്പി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നതും. ഓക്കെ, അവരൊരു ശരിക്കും ഇത്രയും ഹാപ്പിനെസ് ആയിട്ട് ഇങ്ങനെ ചാടി കളിക്കുന്ന ആ രീതിയിലാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുമായിട്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് തരുന്ന സ്ഥാനവും അത് തന്നെയാണ്. അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം കൊണ്ടുവരുന്ന വ്യക്തി എന്ന രീതിക്കൊക്കെയാണ്. ഓക്കെ, ആൻഡ് ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. സോ ജഡ്ജ്മെന്റ് പറയുന്നതും അവർക്കറിയാം ദറ്റ് എവിടെയോ നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിക്ക് അവർക്കറിയാം. അവർ ചില തെറ്റുകൾ നിങ്ങളോട് ചെയ്തു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവർ ചില കർമ്മ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളെ വേദനിപ്പിച്ചാൽ തന്നെ അവർക്കൊരു കർമ്മ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. ആൻഡ് ശരിക്കും അങ്ങനെ പറയുമ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് തന്നെ ഒരു വളരെ സ്ട്രോങ് കണക്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. എവിടെയോ ഡിവൈൻ ആയിട്ട് നിങ്ങളെ ഒന്നിപ്പിച്ച രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡിവൈൻ കണക്ഷൻ ആയിട്ട് അവർ കാണുന്നുണ്ട്. എവിടെയോ നിങ്ങൾക്ക് ശരിക്കും ഒരു ഹയർ ലെവൽ അവർ ആ ഒരു സ്പിരിച്വാലിറ്റി നിങ്ങളിൽ ഉണ്ടാവാം, അതുമായിരിക്കാം. അല്ലെങ്കിൽ അവർക്ക് എവിടെയോ ഈ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു നമ്മൾ പറയില്ല ജന്മാന്തരങ്ങളായിട്ടുള്ള ബന്ധം എന്ന രീതിക്കൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. ആൻഡ് ഈ റിലേഷൻഷിപ്പ് അവർക്ക് വേണം എന്ന് തന്നെയാണ്. ആക്ച്വലി അവർ നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറയണം എന്നവർക്കറിയാം. ഓക്കെ, എന്ത് കാര്യമായാലും ശരി, ഇപ്പം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ട്രൂത്ത് പുറത്ത് വരും എന്നാണ് പറയുന്നത്. അവരുടെ ഫീലിങ്സിനെ കുറിച്ചായാലും ശരി, അവരുടെ ലൈഫിനെ കുറിച്ചായാലും ശരി, സിറ്റുവേഷനെ കുറിച്ചായാലും ശരി, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാനുള്ള സമയമായി. ഓക്കെ, ആൻഡ് ഇവിടെ സന്തോഷങ്ങൾ കാണുന്നുണ്ട്, സെലിബ്രേഷൻ കാണുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ആ ഒരു ഹാപ്പിനെസ് എന്ന രീതിക്കാണ് കാണുന്നത്. അല്ലാതെ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരാൻ പോകുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് ഇത് പറയുന്നുണ്ട്. ജഡ്ജ്മെന്റ് വരും. ഓക്കെ, ആൻഡ് ഇവിടെ സന്തോഷങ്ങൾ വരും, സെലിബ്രേഷൻ വരും എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർക്ക് വേറെ ഒന്നിലും താല്പര്യമൊന്നുമില്ല, അവർക്ക് വേറെ ഒരു കാര്യത്തിലും അവർക്ക് താല്പര്യമില്ല. നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് അവർ ഒരുപാട് വാല്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഈ സിറ്റുവേഷൻസിൻ്റെ ചില കാര്യങ്ങളുണ്ട് അവർ മാറ്റണം എന്നവർക്കറിയാം. അതിലാണ് കുറച്ച് പ്രോബ്ലംസ് വരുന്നത്. നിങ്ങൾക്കൊരു സ്ഥാനമൊക്കെ തന്നിട്ടുണ്ട്, ബട്ട് ഒരു ആക്ഷൻ എടുക്കാൻ, അല്ലെങ്കിൽ അവനവനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് അവർക്ക് കുറച്ച് മടി. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി നോക്കാം. ഇഫ് ഐ ആസ്ക്ഡ് യു ടു സ്റ്റേ വുഡ് യു ലീവ്? നമ്മുടെ 4 ഓഫ് പെന്റിക്കിൾസ് പോലെയാണ്. അവർ നിങ്ങളെ പിടിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ? നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുമോ അതോ വിട്ടു പോവോ എന്നാണ് ചോദിക്കുന്നത്. വിഡ് യു ലീവ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ വിട്ടു പോവോ എന്നാണ് ചോദിക്കുന്നത്. 4 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവർ നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല.
എന്ന് വെച്ചാൽ നിങ്ങളോട് നിൽക്കാൻ പറയുന്നു, അത്ര തന്നെ. ഓക്കെ. സ്ട്രെങ്ത്, നമ്മൾ നേരത്തെ വന്ന സ്ട്രെങ്ത് കാർഡ്. ഓക്കെ, ഒരല്പം അവർക്ക് ആ ഒരു ഈഗോ എന്നും പറയാം. ഓക്കെ, എനിക്കത് ഫീൽ ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പേടി, ഞാൻ പറഞ്ഞു അവരുടെ ഇൻഡിപെൻഡൻസ് പോവോ എന്നുള്ളൊരു പേടി, എന്ന് മാത്രമല്ല നിങ്ങൾ അവരെ കൺട്രോൾ ചെയ്യോ എന്നൊരു പേടി കൂടി എനിക്ക് ഫീൽ ചെയ്തു. അത് ഈഗോ ആയിട്ട് വരും അല്ലേ, അതായത് അവർക്ക് നിങ്ങളുടെ മുമ്പിൽ താണു തരാനുള്ള ഒരു മടി, ചിലപ്പോൾ അതും ആവാം. ഓക്കെ, സോ സ്ട്രെങ്ത് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ആക്ച്വലി വളരെ സ്ട്രോങ് ആണ് എന്നുകൂടിയാണ്. ഐ എം ടു അഫ്രൈഡ് ടു ടോക്ക് ടു യു, നിങ്ങളോട് സംസാരിക്കാൻ തന്നെ പേടിയാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഐ ആം മാനിഫെസ്റ്റിംഗ് യു, മജീഷ്യൻ കാർഡ്, എല്ലാ കാർഡ്സും നമുക്ക് റിപ്പീറ്റ് വരുന്നുണ്ട്. സോ ഇവിടെ യെസ്, അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് വേണം നിങ്ങൾ അവരുടെ ലൈഫിൽ. ഐ തിങ്ക് വി ഷുഡ് സീ അതർ പീപ്പിൾ എന്ന് പറയുന്നുണ്ട്. ഇത് 3 of Cups എനർജി ആണ്. ഓക്കെ, ഇത് ഫ്രണ്ട്സിൻ്റെ. ബട്ട് ഇത് അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തൽക്കാലം നിങ്ങൾ തമ്മിൽ വല്ല സെപ്പറേഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, അവരെ മനസ്സിൽ ജസ്റ്റ് വരുന്ന കാര്യമാണ്, അത്രയേ ഉള്ളൂ. മേ ബി തേർഡ് പാർട്ടിയുടെ എനർജി ആയിരിക്കാം ഇവിടെ പറയുന്നത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ, അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. ഡു യു ഈവൻ സീ മീ ദാറ്റ് വേ, നിങ്ങളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ, നിങ്ങളവരെ കാണുന്നുണ്ടോ, നിങ്ങളവരെ മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്ക് അവരോട് ആ ഒരു ഫീലിങ്സ് ഇപ്പോഴും ഉണ്ടോ? ചിലപ്പോൾ മേ ബി അവർ ചെയ്ത തെറ്റുകളൊക്കെ കാരണം നിങ്ങൾക്ക് അവരെ മാപ്പ് കൊടുക്കാൻ പറ്റുമോ എന്നായിരിക്കാം. ഐ ജസ്റ്റ് വോണ്ട് സ്പേസ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് കുറച്ച് സ്പേസ് വേണം എന്ന് പറയുന്നുണ്ട്. കുറച്ച് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ആലോചിക്കാനും എന്തൊക്കെയുള്ള ഒരു സ്പേസ് വേണം എന്നാണ് പറയുന്നത്. ഐ വോണ്ട് ടു സ്റ്റാർട്ട് എ ഫാമിലി വിത്ത് യു. യെസ്, അവർക്ക് നിങ്ങളുമായിട്ട് ഫാമിലി ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെല്ലാം. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട് എന്നുമാണ്. ഓക്കെ, മേ ബി നിങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം. ബട്ട് അതും ചെയ്യരുത്. ഓക്കെ, അത് ഞാൻ എന്തായാലും നിങ്ങൾ അങ്ങോട്ട് പോകാനൊന്നും നിൽക്കണ്ട. ബട്ട് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വിൽ യു ചൂസ് മീ? യെസ്, അവർക്ക് എവിടെയോ എവിടേക്കോ അവനവനെ ഒരു ഡൗട്ട്, പോരാ എന്ന രീതിക്ക് അവരുടെ ഉള്ളിൽ ആ ചിന്തകൾ ഒരുപാട് കിടക്കുന്നുണ്ട്. സോ ഹാപ്പിനെസ് ഈസ് മൈ പ്രയോറിറ്റി. 3 അഗൈൻ. ഓക്കെ, അഗൈൻ 3 of Cupsൻ്റെ എനർജിയാണ് വരുന്നത്. അവർ നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് വേണമെന്നുണ്ട്. പക്ഷെ എവിടെയോ ചില സമയത്ത് ചില പേടികൾ, ചില കാര്യങ്ങൾ, ചില ഫിയേഴ്സ് അവരുടെ ഉള്ളിൽ കയറി വരാണ്. അതിപ്പോൾ അവർ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് അവർക്ക് മേ ബി നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ എന്താവും എന്നുള്ള ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ അവർ ഒരുപാട് മാറണം, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മാറേണ്ടി വരും, അതിൻ്റെ പേടിയായിരിക്കാം. സോ എവിടെയോ അങ്ങനത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. അതൊക്കെയാണ് ഇവിടെ തടസ്സങ്ങൾ. ഓക്കെ, ബട്ട് യെസ്, അവർക്ക് വേണം നിങ്ങളെ. ഓക്കെ, ബട്ട് ഇപ്പോൾ ഒരല്പം മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവർ ചിന്തിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, അവർ നിങ്ങളെ വേണ്ട എന്നല്ല അർത്ഥം ഒരിക്കലും. ബട്ട് എവിടെയോ അവർ കുറച്ച് ചിന്തിക്കാൻ സ്പേസ് എടുക്കുകയാണ്. പിന്നെ ചില കാര്യങ്ങളിങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ഒരല്പം അകന്നു നിൽക്കാൻ ശ്രമിക്കും. ബിക്കോസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും, ക്ലിയർ ആയിട്ട് പറയേണ്ടി വരും എന്നുള്ളതൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കും. ഓക്കെ, സോ അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ കിട്ടിയത് നമുക്കിന്ന്. എനിവേ, നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ സ്ഥാനം ഉണ്ട്, വളരെ ഹൈ തന്നെയാണ്. ബട്ട് അവർ പോരാ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്കിനിപ്പോൾ മുന്നോട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഇസ് ഹാപ്പനിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, സെൽഫ് ലവിൽ നിൽക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.